ഓബൈ ഓസി എന്ന ഈ സ്ഥാപനവും ഇവിടുത്തെ ജീവനക്കാരും ഉടമകളും തമ്മിലുള്ള പ്രശ്നമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായത്. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ നടത്തുന്ന ഈ സ്ഥാപനത്തിലെ 3 ജീവനക്കാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയും ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും ചെയ്തതായി മ്യൂസിയം പോലീസിൽ പരാതി നൽകുന്നു. തുടർന്നാണ് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആദ്യം പരാതി നൽകിയത് കൃഷ്ണകുമാർ ആണ് എന്നുള്ളതാണ് കൃഷ്ണകുമാറിന്റെ വാദം. തന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും 69 ലക്ഷം രൂപ ഈ 3 ജീവനക്കാരികൾ ചേർന്ന് തട്ടിയെടുക്കുന്നു. അതിന് അവർ QR കോഡിൽ കൃത്രിമം കാട്ടി എന്നതടക്കമുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ആരോപണങ്ങൾ മാത്രമല്ല, അതിലെ ഓരോന്നായി തെളിവുകളും അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തുവിടുന്നുമുണ്ട്. അവിടെ നിന്ന് അവിടുത്തെ ജീവനക്കാർ 3 പേര് ചേർന്ന് കഴിഞ്ഞൊരു 9 മാസമായിട്ടാണ് തോന്നുന്നു ഉദ്ദേശം 69 ലക്ഷം രൂപയാണ് കണക്കിലൂടെ മാത്രം, ഇതിൽ ക്യാഷ് മറ്റൊന്നും പെടുന്നില്ല, ഇത് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് തെളിവ് സഹിതം പിടിച്ചിരിക്കുന്ന സംഭവം. ഇത് ചോദിച്ചപ്പോഴത്തേക്ക് അവരാദ്യം പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു. കുറച്ച് പൈസ കൊണ്ട് തരുന്നു. ഈ പൈസ കൊണ്ട് തരാൻ വേണ്ടി ഇവിടെ വന്നത് ആദ്യം അവരുടെ ഫ്ലാറ്റിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ചാണ് പൈസ തരുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്നത് ഈ കുറ്റം ചെയ്ത വീഡിയോ ഉണ്ട്, കുറ്റം സമ്മതിക്കുന്ന വീഡിയോ ഉണ്ട്. ഇതെല്ലാത്തിനും ഡിജിറ്റൽ എവിഡൻസും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പോലീസ് എടുത്താൽ പറ്റും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഞങ്ങൾ ബാങ്കിൽ പോയി നോക്കിയപ്പോൾ ഇതിൽ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ തന്നെ 34 ലക്ഷം രൂപ വന്നു പോയിരിക്കുന്നു. കഴിഞ്ഞ 9 മാസമായി ഈ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ജീവനക്കാരികൾ തട്ടിപ്പ് സമ്മതിച്ചതായും 8.5 ലക്ഷം രൂപ നൽകിയതായും കൃഷ്ണകുമാർ പറയുന്നു. ബാക്കി തുക പിന്നീട് നൽകാമെന്ന് പറഞ്ഞിറങ്ങിയ ശേഷം അന്നു രാത്രി തന്നെ ഈ ജീവനക്കാരികളിൽ ചിലർ മകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇതോടെ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിച്ച് പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഈ 3 പെൺകുട്ടികൾ എൻ്റെ വലിയ മക്കളെക്കാൾ എളുപ്പമാണ് അവർ. മാത്രമല്ല കല്യാണം കഴിച്ച് കുടുംബമായിട്ട് പോകുന്നവർ. നമ്മൾ പരാതിക്ക് പോയില്ല, കാരണം ഇവർ സമ്മതിച്ചു പൈസ തരാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വേറെ ലെവലിലോട്ട് ഇവർ കൊണ്ടുപോകണം, നമുക്ക് നാളെ അപകടമാവും പരാതി കൊടുത്തില്ലെങ്കിൽ. ചില സമയങ്ങളിൽ നമ്മൾ സംശയിച്ചു പോകും. കാരണം ഈ കുട്ടികൾ ഇവിടെ തിരുവനന്തപുരത്ത് വലിയ തുറയിലുള്ള, നിങ്ങൾ ആലോചിക്കുക, ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നു, ശമ്പളവും മറ്റ് അലവൻസും എല്ലാം കൂടി ഒരു 15,000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അവർക്ക് ഇത്രയും കാര്യമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവരുടെ കഴിവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെ കുറച്ച് കാണുകയല്ല, എല്ലാ മനുഷ്യർക്കും ശക്തിയുണ്ട്. പക്ഷേ എവിടെയോ എന്തൊരു സംശയം തോന്നുന്നു, ആരോ ഇവരുടെ പുറകിൽ ഉണ്ട്. എന്നാൽ കൃഷ്ണകുമാർ മകളും പറയുന്നത് കള്ളമാണെന്ന് കാണിച്ച് ജീവനക്കാരികളും രംഗത്തെത്തിയിരുന്നു. ഇവരെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പണം വാങ്ങി എന്നുള്ളതാണ് ജീവനക്കാരുടെ ആരോപണം. മാത്രമല്ല, ഇവരെ ജാതീയമായി അധിക്ഷേപിച്ചെന്നും കൃഷ്ണകുമാർ മോശമായി പെരുമാറിയെന്നും ശാരീരികമായി ഉപദ്രവിക്കാൻ വരെ ശ്രമിച്ചുവെന്നുള്ള ആരോപണങ്ങളും ജീവനക്കാരികൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പരാതിയിലാണ് മ്യൂസിയം പോലീസ് ഇപ്പോൾ ഇരുവർക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തിട്ടുള്ളത്. ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ചെയ്താലും ദിയക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം. അങ്ങനെ നിൽക്കണം ഒരാൾ. ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കുക. നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ ദിയയുടെ അടുത്ത് പാടില്ല. ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ദിയയുടെ കൂടെ മൂവ് ചെയ്യുക. വേറെ ഒന്നും ദിയയ്ക്ക് പറ്റത്തില്ല. രാവിലെ നമ്മളെ ദിയയുടെ ഫ്ലാറ്റിലാണ് അവർ വിളിച്ച് വരുത്തുന്നത്. ദിയ എടുത്ത് സംസാരിക്കാം, നിങ്ങൾ 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ജോലിയിൽ നിന്ന് മാറിപ്പോയി നഷ്ടപരിഹാരമായിട്ട് ഞാൻ കരുതാം. എനിക്ക് 5 ലക്ഷം രൂപയുടെ ചെക്കോ ക്യാഷോ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് അങ്ങനെ ഒരു പൈസ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വിട്ടിട്ട് കൊണ്ടുവരാം. അപ്പോൾ രാവിലെ ബാങ്ക് തുറക്കുന്ന ഒരു ടൈമാണ് ദിയ അടുത്ത് ഞങ്ങൾ ചോദിച്ചത്. അത്രയും പണയം വെക്കുന്നതിൻ്റെ പ്രൂഫുണ്ട്, പണയം വെച്ചതിൻ്റെ തുണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം കൊണ്ട് ദിയയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ദിയ പൈസ വാങ്ങി കയ്യിൽ മേടിച്ചതിന് ശേഷമാണ് ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തി. ഡ്രൈവർമാരുൾപ്പെടെ എല്ലാം 1 മുതൽ 8 വരെയുള്ള ആൾക്കാർ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു, അടിക്കാൻ വരുന്നുണ്ടായിരുന്നു. കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ച് നന്നായിട്ട് ചീത്ത വിളിച്ചു. ഞങ്ങൾ അസോൾട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 2 കൂട്ടരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, വാട്സപ്പ് സന്ദേശങ്ങളും കൂടുതൽ വീഡിയോ ദൃശ്യങ്ങളും 2 കൂട്ടരും അനുനിമിഷം പുറത്തുവിടുന്നുമുണ്ട്. കൃഷ്ണകുമാറിന്റെയും യുവതികളുടെയും പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് 2 കേസുകളും അന്വേഷിക്കുക. ആദ്യം അന്വേഷിക്കുക 69 ലക്ഷം രൂപ കാണാനില്ലെന്ന കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ്. ഈ പരാതിയിൽ അവസാനം ഈ തട്ടിക്കൊണ്ടുപോകൽ പരാതിയിലും ഒരു തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. നിലവിലിപ്പോൾ എന്തായാലും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ ഓഡിറ്റ് നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ച് വിശദമായ പരിശോധന നടത്തും. ഇതിനുശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.